ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ഞാൻ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും നല്ല മുതൽ മുടക്ക്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. ആദ്യം നമുക്ക് രചയിതാവിനെ പരിചയപ്പെടാം. ആർച്ചിബാൾഡ് ജോസഫ് ക്രോണിൻ, MD, DPH, MRCP, was a Scottish novelist and a physician. 1896 മുതൽ 1981 വരെ ജീവിച്ച ആർച്ചിബാൾഡ് ജോസഫ് ക്രോണിൻ സ്കോട്ട്ലാൻഡുകാരനായ നോവലിസ്റ്റും ഡോക്ടറുമായിരുന്നു. His career as a novelist started in 1930. നോവലിസ്റ്റ് എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം 1930 തുടങ്ങി. When he was designated with a chronic ulcer and was compelled to take 6 months complete rest. അദ്ദേഹത്തിനിക്ക് ഒരു പഴക്കം ചെന്ന അൾസറുണ്ട് എന്ന് സൂചിപ്പിക്കപ്പെടുകയും 6 മാസത്തെ പൂർണ്ണമായ വിശ്രമത്തിന് നിർബന്ധിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോഴായിരുന്നു അത്. ഡ്യൂറിങ് ദിസ് ടൈം ഹി വാസ് ഏബിൾ. ഈ സമയത്ത് അദ്ദേഹം കഴിവുള്ളവനായിരുന്നു ടു ഇൻഡൾജ് ഇൻ ഹിസ് ലൈഫ് ലോങ് ഡിസയർ ടു റൈറ്റ് എ നോവൽ. ഒരു നോവൽ എഴുതുക എന്ന അദ്ദേഹത്തിൻ്റെ ജീവിതകാല സ്വപ്നത്തിൽ മുഴുകാൻ. ഹാവിങ് പ്രീവിയസ്ലി റിട്ടൺ നത്തിങ് ബട്ട് പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് സയൻറ്റിഫിക് പേപ്പേഴ്സ്. മുമ്പ് അദ്ദേഹം ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ആകെ എഴുതിയത് കുറച്ച് മരുന്നിൻ്റെ കുറിപ്പുകളും ശാസ്ത്രീയമായ ചില പേപ്പറുകളും മാത്രമായിരുന്നു. ഹിസ് ഫസ്റ്റ് നോവൽ വാസ് ഹാറ്റേഴ്സ് കാസിൽ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ ഹാറ്റേഴ്സ് കാസിലായിരുന്നു. ആൻഡ് ദ മോസ്റ്റ് പോപ്പുലർ ബീയിങ് ദ സിറ്റഡൽ. ഏറ്റവും പ്രശസ്തമായത് സിറ്റഡൽ എന്ന പുസ്തകമാണ്. മെനി ഓഫ് ഹീസ് സ്റ്റോറീസ് ഹാവ് ബീൻ അഡാപ്റ്റഡ് ടു ഹോളിവുഡ് മൂവീസ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകൾ ഹോളിവുഡ് സിനിമകൾക്ക് യോജിച്ചതായിരുന്നു. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. ഓൺ ദ സെക്കൻഡ് ഡേ ഔട്ട് ഫ്രം ന്യൂയോർക്ക്, while making the round of the promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. I wanted to rest, to avoid the tedium of casual and importunate shipboard contacts. I gave no sign of having noticed the man. Yet there was nothing importunate about him. On the contrary, he seemed affected by a troubled, rather touching diffidence. He was in his early 40s, rather short in build, with a fair complexion and clear blue eyes. His thin hair had begun to recede from his forehead. His dark suit, sober tie, and rimless spectacles gave evidence of a serious and reserved disposition. At this point, the bugle sounded for dinner, and I went below. On the second day, രണ്ടാമത്തെ ദിവസം, ഔട്ട് ഫ്രം ന്യൂയോർക്ക്, ന്യൂയോർക്കിൽ നിന്ന് പുറത്തേക്കുള്ള രണ്ടാമത്തെ ദിവസം, while making the round of the promenade deck, കപ്പലിൻ്റെ മുകൾ തട്ടിൽ പൊതുവായി നടക്കാനുള്ള സ്ഥലത്ത് ഒരു റൗണ്ട് ചുറ്റി നടക്കുമ്പോൾ, ഐ സഡൻലി ബിക്കെയിം അവെയർ, ഞാൻ പെട്ടെന്ന് ബോധവാനായി, ദാറ്റ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വാസ് വാച്ചിങ് മീ ക്ലോസ്ലി, യാത്രക്കാരിൽ ഒരാൾ എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്ന്. ഫോളോയിങ് മീ, എന്നെ പിന്തുടർന്നുകൊണ്ട്, വിത്ത് ഹീസ് ഗെയ്സ്, അദ്ദേഹത്തിൻ്റെ നോട്ടത്താൽ,
എവറി ടൈം ഐ പാസ്ഡ്, ഞാൻ കടന്നു പോകുന്ന ഓരോ സമയവും. ഐ വാണ്ടഡ് ടു റെസ്റ്റ്, ഞാൻ വിശ്രമിക്കാൻ ആഗ്രഹിച്ചു. ടു അവോയ്ഡ്, ഒഴിവാക്കാൻ വേണ്ടി. ദ ടിഡിയം, മടുപ്പ്. ഓഫ് കാഷ്വൽ ആൻഡ് ഇമ്പോർച്ചുനേറ്റ് ഷിപ്പ്ബോർഡ് കോണ്ടാക്ട്സ്, യാദൃശ്ചികമായതും ശല്യപ്പെടുത്തുന്നതുമായ കപ്പൽ ബന്ധങ്ങളുടെ. ഐ ഗാവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ്ഡ് ദ മാൻ, ആ മനുഷ്യനെ ശ്രദ്ധിച്ചതായ ഒരു സൂചന ഞാൻ നൽകിയില്ല. യെറ്റ്, എങ്കിലും. ദ വാസ് നത്തിങ് ഇമ്പോർച്ചുനേറ്റ് അബൌട്ട് ഹിം, അയാളെക്കുറിച്ച് ശല്യപ്പെടുത്തുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ഓൺ ദ കോൺട്രറി, നേരെ മറിച്ച്. ഹീ സീംഡ്, അദ്ദേഹം തോന്നിപ്പിച്ചു. അഫക്റ്റഡ്, ബാധിച്ചവനായി. ബൈ എ ട്രബിൾഡ്, അസ്വസ്ഥതയുള്ള. റാദർ ടച്ചിങ് ഡിഫിഡൻസ്, കൂടുതൽ മനസ്സലിയിപ്പിക്കുന്ന ലജ്ജയാൽ, അതായത് മടിയുള്ള ഒരാളായിട്ട് തോന്നി. ഹി വാസ് ഇൻ ഈസ് ഏർലി 40s, അദ്ദേഹത്തിൻ്റെ 40കളിലായിരുന്നു. റാദർ ഷോർട്ട് ഇൻ ബിൽഡ്, ആകൃതിയിൽ വളരെ ചെറിയ ആളായിരുന്നു, നീളമില്ലാത്ത ആളായിരുന്നു. വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻ, ഭംഗിയുള്ള നിറത്തോടുകൂടിയ. ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്, തെളിഞ്ഞ നീല കണ്ണുകളോടുകൂടിയ. ഹിസ് തിൻ ഹെയർ ഹാഡ് ബിഗൺ ടു റിസീഡ്, അദ്ദേഹത്തിൻ്റെ കട്ടിയില്ലാത്ത മുടി പിൻവലിയാൻ തുടങ്ങിയിരുന്നു. ഫ്രം ഹീസ് ഫോർഹെഡ്, അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്നും. ഹീസ് ഡാർക്ക് സ്യൂട്ട്, അദ്ദേഹത്തിൻ്റെ ഇരുണ്ട വസ്ത്രം. സോബർ ടൈ, ഗൗരവമുള്ള ടൈ. ആൻഡ് റിംഡ് സ്പെക്ടക്കിൾസ്, വക്കില്ലാത്ത കണ്ണട. ഗ്യാവ് എവിഡൻസ് ഓഫ് എ സീരിയസ് ആൻഡ് റിസർവ്ഡ് ഡിസ്പൊസിഷൻ, അദ്ദേഹം മിതഭാഷിയായ, ഗൗരവം നിറഞ്ഞ ഒരു പ്രകൃതക്കാരനാണ് എന്നതിൻ്റെ തെളിവ് നൽകി. അറ്റ് ദിസ് പോയിന്റ് ദ ബ്യൂഗൾ സൗണ്ടഡ് ഫോർ ഡിന്നർ, ഈ സമയത്ത് ഭക്ഷണത്തിനുള്ള കാഹളം മുഴങ്ങി. ആൻഡ് ഐ വെൻറ്റ് ബിലോ, ഞാൻ താഴേക്ക് പോയി. ഓൺ ദ ഫോളോയിങ് ഫോർനൂൺ ഐ അഗെയിൻ ഒബ്സർവ്ഡ് മൈ ഫെലോ വോയേജർ വാച്ചിങ് മീ ഏർണസ്റ്റ്ലി ഫ്രം ഹിസ് ഡെക്ക് ചെയർ. Now a lady was with him, obviously his wife. The situation by this time had begun to intrigue me. I discovered from my steward that they were Mr. and Mrs. John S. from a small suburb of London. When another day passed without event, I began to feel certain that Mr. S. would remain too shy to carry out his obvious desire to approach me. However, on our final evening at sea, Mrs. S. decided the matter with a firm pressure on his hand and a whispered word in his ear. She urged her husband towards me as I passed along the deck. "Excuse me, doctor, I wonder if I might introduce myself." He spoke almost breathlessly, offering me the visiting card he held in his hand and studying my face to see if the name meant anything to me. Then, as it plainly did not, he went on with the same awkwardness. "If you could spare a few minutes, my wife and I would like to have a word with you." A moment later, I was occupying the vacant chair beside them. Haltingly, he told me that this had been their first visit to America. It was not entirely a holiday trip. They had been making a tour of the New England states, inspecting many of the summer recreational camps for young people there. Afterwards, they had visited settlement houses in New York and other cities to study the methods employed in dealing with cases of backward, maladjusted and delinquent youth. On the following forenoon, അടുത്ത ദിവസം ഉച്ചയ്ക്ക് മുമ്പ്, ഐ അഗെയിൻ ഒബ്സർവ്ഡ്, ഞാൻ വീണ്ടും നിരീക്ഷിച്ചു. മൈ ഫെലോ വോയേജർ വാച്ചിങ് മീ,
എൻ്റെ സഹയാത്രികൻ എന്നെ ശ്രദ്ധിക്കുന്നതായി ഏണസ്ലി ആത്മാർത്ഥതയോടെ ഫ്രം ഹീസ് ഡെക്ക് ചെയർ കപ്പലിൻ്റെ മുകൾ തട്ടിലുള്ള ഇരിക്കാനുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട്. നൗ എ ലേഡി വാസ് വിത്ത് ഹിം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഹിസ് വൈഫ് വ്യക്തമായും അദ്ദേഹത്തിൻ്റെ ഭാര്യ. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് വ്യക്തമാണ്. ദ സിറ്റുവേഷൻ ബൈ ദിസ് ടൈം ഹാഡ് ബിഗൺ ടു ഇൻട്രിഗ് മീ ഈ സമയത്ത് സാഹചര്യം എന്നിൽ താല്പര്യമുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അതായത് അയാളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം. ഐ ഡിസ്കവേർഡ് ഫ്രം മൈ സ്റ്റീവേർഡ് ഞാൻ എൻ്റെ കാര്യസ്ഥനിൽ നിന്നും മനസ്സിലാക്കി കണ്ടെത്തി ദാറ്റ് ദേ വർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ എസ് അവർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ എസ് ആണ് എന്ന്. ഇതവരുടെ യഥാർത്ഥ പേരല്ല, ഒരു സാങ്കല്പിക നാമമാണ്. മിസ്റ്റർ ജോൺ എസ്, മിസ്സിസ് ജോൺ എസ്. ഫ്രം എ സ്മോൾ സബർബ് ഓഫ് ലണ്ടൻ ലണ്ടനിൻ്റെ ഒരു ചെറിയ നഗര പരിസരത്ത് നിന്നും. വെൻ അനദർ ഡേ പാസ്ഡ് വിത്തൗട്ട് ഇവൻറ്റ് വലിയ സംഭവങ്ങളൊന്നുമില്ലാതെ മറ്റൊരു ദിവസം കൂടി കടന്നു പോയപ്പോൾ ഐ ബിഗാൻ ടു ഫീൽ സർട്ടൺ എനിക്ക് ഉറപ്പാണെന്ന് തോന്നാൻ തുടങ്ങി ദാറ്റ് മിസ്റ്റർ എസ് വുഡ് റിമെയിൻ ടു ഷൈ മിസ്റ്റർ എസ് ലജ്ജയുള്ളവനായി അവശേഷിക്കും ടു കേരി ഔട്ട് ഹീസ് ഒബ്വിയസ് ഡിസയർ ടു അപ്രോച്ച് മീ എന്നെ സമീപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം നടപ്പാക്കുന്നതിൽ. ഹവർ ഓൺ അവർ ഫൈനൽ ഈവനിങ് അറ്റ് സീ എങ്ങനെയായാലും കടലിലെ ഞങ്ങളുടെ അവസാന വൈകുന്നേരത്തിൽ മിസ്സിസ് എസ് ഡിസൈഡഡ് ദ മാറ്റർ മിസ്സിസ് എസ് ഈ കാര്യം പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വിത്ത് എ ഫേം പ്രഷർ ഓൺ ഹീസ് ഹാൻഡ് ആൻഡ് എ വിസ്പേർഡ് വേർഡ് ഇൻ ഹീസ് ഇയർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ശക്തിയായി തള്ളിക്കൊണ്ടും ചെവിയിൽ ഒരു വാക്ക് മന്ത്രിച്ചുകൊണ്ടും ഷീ ഏർജ്ഡ് ഹെർ ഹസ്ബൻഡ് അവൾ അവളുടെ ഭർത്താവിനെ പ്രേരിപ്പിച്ചു ടുവാർഡ്സ് മീ എനിക്ക് നേരെ അസ് ഐ പാസ്ഡ് അലോങ് ദ ഡെക്ക് കപ്പലിൻ്റെ മേൽത്തട്ടിലൂടെ മുന്നോട്ട് ഞാൻ കടന്നു പോയപ്പോൾ. എക്സ്ക്യൂസ് മീ ഡോക്ടർ ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ഡോക്ടർ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഹി സ്പോക്ക് ഓൾമോസ്റ്റ് ബ്രെത്ത്ലെസ്ലി അദ്ദേഹം മിക്കവാറും ശ്വാസം കിട്ടാത്ത രീതിയിൽ സംസാരിച്ചു. ഓഫറിങ് മീ ദ വിസിറ്റിംഗ് കാർഡ് ഹി ഹെൽഡ് ഇൻ ഹിസ് ഹാൻഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച വിസിറ്റിംഗ് കാർഡ് എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് നൽകിക്കൊണ്ട്. ആൻഡ് സ്റ്റഡിയിങ് മൈ ഫേസ് എൻ്റെ മുഖം പരിശോധിച്ചുകൊണ്ടും ടു സീ ഇഫ് ദ നെയിം മെൻറ്റ് എനിത്തിങ് ടു മീ ഈ പേര് എനിക്ക് വല്ല നിലക്കും പരിചയമുണ്ടോ എന്ന് കാണാൻ വേണ്ടി. ദെൻ as it plainly did not, he went on with the same awkwardness. അങ്ങനെ ഇല്ല എന്ന് പ്രകടമായപ്പോൾ അയാൾ തൻ്റെ പതിവ് പോലെയുള്ള വിഷമത്തോടു കൂടി തുടർന്നു. ഇഫ് യു കുഡ് സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് താങ്കൾക്ക് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റുമോ? മൈ വൈഫ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു എൻ്റെ ഭാര്യയും ഞാനും നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എ മൊമെന്റ് ലേറ്റർ ഐ വാസ് ഒക്കുപ്പയിങ് ദ വേക്കൻറ്റ് ചെയർ ബിസൈഡ് ദം ഒരു നിമിഷത്തിന് ശേഷം ഞാൻ അവരുടെ അടുത്തുള്ള ഒഴിഞ്ഞ ചെയർ കൈവശപ്പെടുത്തി. ഹാൾട്ടിംഗ്ലി ഹീ ടോൾഡ് മീ നിർത്തി അദ്ദേഹം എന്നോട് പറഞ്ഞു ദാറ്റ് ദീസ് ഹാഡ് ബീൻ ദെയർ ഫസ്റ്റ് വിസിറ്റ് ടു അമേരിക്ക ഇത് അവരുടെ അമേരിക്കയിലേക്കുള്ള ആദ്യത്തെ സന്ദർശനമായിരുന്നു എന്ന്. ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി എ ഹോളിഡേ ട്രിപ്പ് അത് പൂർണ്ണമായും ഒരു അവധി ദിനങ്ങൾ ചിലവഴിക്കാനുള്ള ട്രിപ്പായിരുന്നില്ല. ദേ ഹാഡ് ബീൻ മേക്കിംഗ് എ ടൂർ ഓഫ് ദ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ് അവർ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സിലേക്ക് ഒരു ടൂർ നടത്തുകയായിരുന്നു. ഇൻസ്പെക്ടിങ് മെനി ഓഫ് ദ സമ്മർ റെക്രിയേഷണൽ ക്യാമ്പ്സ് ഫോർ യങ് പീപ്പിൾ ദർ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള
സമ്മർ ഉല്ലാസ ക്യാമ്പുകൾ പരിശോധിച്ചുകൊണ്ട്. ആഫ്റ്റർവാർഡ്സ് ദേ ഹാഡ് വിസിറ്റഡ്, അതിനുശേഷം അവർ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റിൽമെൻറ്റ് ഹൗസസ്, കുടിയേറ്റ വീടുകൾ, ഇൻ ന്യൂയോർക്കിലെ ആൻഡ് അതർ സിറ്റീസ്, മറ്റു സിറ്റികളിലെയും. ടു സ്റ്റഡി, പഠിക്കാൻ വേണ്ടി. ദ മെത്തേഡ്സ് എംപ്ലോയിഡ്, ഉപയോഗിച്ച രീതികൾ. ഇൻ ഡീലിംഗ്, കൈകാര്യം ചെയ്യുന്നതിൽ. വിത്ത് ദ കേസസ് ഓഫ് ബാക്ക്വാർഡ്, മാലഡ്ജസ്റ്റഡ് ആൻഡ് ഡിലിംഗൻറ്റ് യൂത്ത്സ്, പിന്നോക്കം നിൽക്കുന്ന, സാഹചര്യങ്ങളുമായി യോജിച്ചു പോവാൻ പറ്റാത്ത, അക്രമവാസനയുള്ള യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ. There was in his voice and manner, indeed in his whole personality, a genuine enthusiasm that was disarming. I found myself liking him instinctively. Questioning him further, I learned that he and his wife had been active for the past 15 years in the field of youth welfare. He was by profession a solicitor, but in addition to his practice at the courts, found time to act as director of a charitable organization devoted to the care of boys and girls, mostly from city slums, who had fallen under the ban of the law. As he spoke with real feeling, I got vivid picture of the work these two people were doing. I learned how they took derelict adolescents from the juvenile courts and placing them in a healthy environment, healed them in mind and body and sent them back into the world. They were given training in a useful handicraft which made them fit to take their place as a worthy members of the community. It was a work of redemption that stirred the heart, and I asked what had directed his life into this channel. The question had a strange effect upon him. He took a sharp breath and exclaimed, "You still do not remember me?" I shook my head. To the best of my belief, I had never in my life seen him before. I have wanted to get in touch with you for many years, he went on, under increasing stress, but I was never able to bring myself to do so. Then, bending near, he spoke a few words tensely in my ear. At that, slowly the veils parted, my thoughts sped back a quarter of a century, and with a start I remembered the sole occasion when I had seen this man before. I was a young doctor at that time and had just set up a practice in a working class district of London. On a foggy November night towards 1 o'clock, I was awakened by a loud banging on the door. Hurriedly, I threw on some clothes and went downstairs. It was a sergeant of police in dripping helmet and cape, mistily outlined on the doorstep. A suicide case, he told me abruptly. In the lodgings around the corner. I had better come at once. There was in his voice and manner. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും ശബ്ദത്തിലും ഉണ്ടായിരുന്നു. ഇൻഡീഡ് ഇൻ ഈസ് ഓൾ പേഴ്സണാലിറ്റി, ഉറപ്പായും അദ്ദേഹത്തിൻ്റെ മുഴുവൻ വ്യക്തിത്വത്തിലും. എ ജെന്യൂൻ എന്തൂസിയാസം ദാറ്റ് വാസ് ഡിസാമിങ്, ദേഷ്യം പിടിപ്പിക്കാത്ത ഒരു കലർപ്പില്ലാത്ത ഉത്സാഹം. ഐ ഫൗണ്ട് മൈസെൽഫ്, ഞാൻ എന്നെ സ്വയം കണ്ടെത്തി. ലൈക്കിംഗ് ഹിം, അയാളെ ഇഷ്ടപ്പെടുന്നതായി. ഇൻസ്റ്റിങ്റ്റീവ്ലി, അന്തർപ്രേരിതമായി, മീൻസ് നേച്ചറലി. ക്വസ്റ്റ്യനിങ് ഹിം ഫർദർ, അദ്ദേഹത്തെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ. ഐ ലേൺഡ്, ഞാൻ മനസ്സിലാക്കി. ദാറ്റ് ഹീ ആൻഡ് ഹീസ് വൈഫ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഹാഡ് ബീൻ ആക്റ്റീവ് ഫോർ ദ പാസ്റ്റ് 15 years, കഴിഞ്ഞ 15 വർഷങ്ങളായി വളരെ ആക്റ്റീവാണ്. ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ, യുവജനങ്ങളുടെ ക്ഷേമ പ്രവർത്തന മേഖലയിൽ. ഹി വാസ് ബൈ പ്രൊഫഷൻ എ സോളിസിറ്റർ, അദ്ദേഹം
ഉദ്യോഗ പ്രവൃത്തിയിൽ ഒരു വക്കീലായിരുന്നു. ബട്ട് ഇൻ അഡീഷൻ ടു ഹീസ് പ്രാക്ടീസ് അറ്റ് ദ കോർട്സ്, എന്നാൽ കോടതികളിലെ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിന് പുറമെ ഫൗണ്ട് ടൈം ടു ആക്ട് ആസ് എ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഒരു ചാരിറ്റി സംഘടനയുടെ ഡയറക്ടറായി പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തി. ഡിവോട്ടഡ് ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പരിചരണത്തിനായി അർപ്പിക്കപ്പെട്ട സംഘടന. മോസ്റ്റ്ലി ഫ്രം സിറ്റി സ്ലംസ് ഹു ഹാഡ് ഫോളൻ അണ്ടർ ദ ബാൻ ഓഫ് ദ ലോ, നിയമത്തിൻ്റെ വിലക്കിൽ അകപ്പെട്ടു പോയ നഗരത്തിലെ ചേരികളിൽ നിന്നുള്ളവരാണ് അധിക പേരും. ഹസി സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ്, യഥാർത്ഥ ഫീലിങ്ങോടുകൂടി അദ്ദേഹം സംസാരിച്ചപ്പോൾ ഐ ഗോട്ട് എ വിവിഡ് പിക്ചർ, എനിക്ക് വ്യക്തമായ ഒരു ചിത്രം കിട്ടി, ഓഫ് ദ വർക്ക്സ് ദീസ് ടു പീപ്പിൾ വർ ഡൂയിങ്, ഈ രണ്ട് പേരും ചെയ്യുന്ന ജോലിയുടെ. ഐ ലേൺഡ്, ഞാൻ മനസ്സിലാക്കി, ഹൗ ദേ ടൂക്ക് ഡെറിലിക്റ്റ് അഡോളസൻസ് ഫ്രം ദ ജുവനൈൽ കോഡ്സ്, യുവജനങ്ങൾക്കുള്ള കോടതികളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട പ്രായപൂർത്തിയായ കുട്ടികളെ എങ്ങനെയാണ് അവർ എടുത്തത് എന്നും, ആൻഡ് പ്ലേസിംഗ് ദം ഇൻ എ ഹെൽത്തി എൻവയൺമെൻറ്റ്, ആരോഗ്യകരമായ ഒരു പരിസ്ഥിതിയിൽ അവരെ കൊണ്ടുപോയി വെച്ചതെങ്ങനെയാണെന്നും, ഹീൽഡ് ദം ഇൻ മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് സെൻഡ് ദം ബാക്ക് ഇൻ ടു ദ വേൾഡ്, മാനസികമായും ശാരീരികമായും അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് തിരിച്ച് ലോകത്തേക്ക് അയച്ചത് എങ്ങനെയാണെന്നും, ദേ വർ ഗിവൺ ട്രെയിനിങ്, അവർക്ക് ട്രെയിനിങ് നൽകപ്പെട്ടു, ഇൻ എ യൂസ്ഫുൾ ഹാൻഡിക്രാഫ്റ്റ്, ഉപയോഗപ്രദമായ കൈത്തൊഴിലിൽ, വിച്ച് മെയ്ഡ് ദം, അതവരെ ആക്കി തീർത്തു, ഫിറ്റ്, യോജിച്ചത്, ടു ടേക്ക് ദെയർ പ്ലേസ്, അവരുടെ സ്ഥാനം സ്ഥാപിക്കാൻ, ആസ് വർത്തി മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, സമൂഹത്തിലെ വിലയുള്ള അംഗങ്ങളായിട്ട്. ഇറ്റ് വാസ് എ വർക്ക് ഓഫ് റിഡംഷൻ, അതൊരു വീണ്ടെടുക്കലിൻ്റെ ജോലിയായിരുന്നു. ദാറ്റ് സ്റ്റിർഡ് ദ ഹാർട്ട്, ഹൃദയത്തെ ഇളക്കിയ. ആൻഡ് ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു, വാട്ട് ഹാഡ് ഡയറക്റ്റഡ് ഹീസ് ലൈഫ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നിയോഗിച്ചത്, ഇൻ ടു ദീസ് ചാനൽ, ഈ വഴിയിലേക്ക്. ദ ക്വസ്റ്റ്യൻ ഹാഡ് എ സ്ട്രേഞ്ച് ഇഫക്റ്റ് അപ്പോൺ ഹിം, ഈ ചോദ്യം അദ്ദേഹത്തിൽ ഒരു വിചിത്രമായ മാറ്റമുണ്ടാക്കി. ഹി ടൂക്ക് എ ഷാർപ്പ് ബ്രത്ത്, അദ്ദേഹം ഒരു വലിയ ശ്വാസമെടുത്തു. ആൻഡ് എക്സ്ക്ലൈംഡ്, എന്നിട്ട് ആശ്ചര്യപ്പെട്ടു, യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ, നിങ്ങൾ ഇപ്പോഴും എന്നെ ഓർക്കുന്നില്ല അല്ലേ. ഐ ഷൂക്ക് മൈ ഹെഡ്, ഞാൻ എൻ്റെ തല കുലുക്കി, ഇല്ല എന്ന അർത്ഥത്തിൽ. ടു ദ ബെസ്റ്റ് ഓഫ് മൈ ബിലീഫ് ഐ ഹാഡ് നെവർ ഇൻ മൈ ലൈഫ് സീൻ ഹിം ബിഫോർ, എൻ്റെ ഉറച്ച വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാവ് വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങളായി ഞാൻ നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഹി വെൻ്റ് ഓൺ, അദ്ദേഹം തുടർന്നു, അണ്ടർ ഇൻക്രീസിങ് സ്ട്രെസ്, അധികരിച്ച ബുദ്ധിമുട്ടോടുകൂടി, അതായത് അദ്ദേഹം സംസാരിക്കാനൊക്കെ കുറച്ച് മടിയുള്ള ആളാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് മൈസെൽഫ് ടു ഡു സോ, പക്ഷേ എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും കഴിവുള്ളവനായിരുന്നില്ല, അതായത് നിങ്ങളുമായി ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചില്ല. ദെൻ, എന്നിട്ട് ബെൻഡിങ് നിയർ, അടുത്തേക്ക് കുനിഞ്ഞുകൊണ്ട് വളഞ്ഞുകൊണ്ട്, ഹി സ്പോക്ക് എ ഫ്യൂ വേർഡ്സ്, അദ്ദേഹം കുറച്ച് വാക്കുകൾ സംസാരിച്ചു. ടെൻസിലി, പിരിമുറുക്കത്തോടു കൂടി. ഇൻ മൈ ഇയർ, എൻ്റെ ചെവിയിൽ. അറ്റ് ദാറ്റ് സ്ലോലി ദ വെയിൽസ് പാർട്ടഡ്, ആ സമയത്ത് പതുക്കെ മൂടുപടം മാറ്റപ്പെട്ടു, എൻ്റെ ഓർമ്മയുടെ മറ നീക്കപ്പെട്ടു. മൈ തോട്ട്സ് സ്പെഡ് ബാക്ക്, എൻ്റെ ചിന്തകൾ പിന്നിലോട്ട് പോയി മറഞ്ഞു. എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി, ഏകദേശം ഒരു 1/4 നൂറ്റാണ്ട് പിറകിൽ. ആൻഡ് വിത്ത് എ സ്റ്റാർട്ട്, ഒരു ഞെട്ടലോടുകൂടി, ഐ റിമെമ്പേർഡ്, ഞാൻ ഓർത്തു, ദ സോൾ ഒക്കേഷൻ, ഏക സന്ദർഭം,
വെൻ ഐ ഹാഡ് സീൻ ദീസ് മെൻ ബിഫോർ, ഞാൻ ഈ മനുഷ്യനെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന. ഐ വാസ് എ യങ് ഡോക്ടർ അറ്റ് ദ ടൈം, ആ സമയത്ത് ഞാനൊരു യുവ ഡോക്ടറായിരുന്നു. ആൻഡ് ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് എ പ്രാക്ടീസ്, ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇൻ എ വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്റ്റ് ഓഫ് ലണ്ടൻ, ലണ്ടനിലെ സാധാരണ ജോലിക്കാരുള്ള ഒരു ജില്ലയിൽ. ഓൺ എ ഫോഗി നവംബർ നൈറ്റ്, മൂടൽമഞ്ഞുള്ള ഒരു നവംബറിലെ രാത്രിയിൽ. ടുവാർഡ്സ് 1 o'clock, 1 മണി നേരത്ത്. ഐ വാസ് അവൈക്കൺഡ്, ഞാൻ ഉണർത്തപ്പെട്ടു. ബൈ എ ലൗഡ് ബാങ്ങിങ് ഓൺ ദ ഡോർ, ഡോറിൽ ഉച്ചത്തിലുള്ള ഒരു മുട്ടൽ കാരണം. ഹറിഡിലി, വേഗത്തിൽ. ഐ ത്രീ ഓൺ സം ക്ലോസ്, ഞാൻ കുറച്ച് വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ചിട്ടു. ആൻഡ് വെൻ ഡൗൺ സ്റ്റെയേഴ്സ്, താഴെ കോണി ഇറങ്ങിപ്പോയി. ഇറ്റ് വാസ് എ സർജൻറ്റ് ഓഫ് പോലീസ്, അതൊരു പോലീസ് സർജൻ്റ് ആയിരുന്നു. ഇൻ ഡ്രിപ്പിംഗ് ഹെൽമെറ്റ്, ഇറ്റുറ്റി വീഴുന്ന ഹെൽമറ്റോട് കൂടിയ. ആൻഡ് കേപ്പ്, കൈയില്ലാത്ത കുപ്പായത്തോടും കൂടിയ. മിസ്റ്റ്ലി ഔട്ട്ലൈൻഡ്, മഞ്ഞുകൊണ്ട് ആകൃതി ഉണ്ടാക്കപ്പെട്ട, അതായത് അദ്ദേഹം മഞ്ഞിൽ മൂടിയവനാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൽ നിറയെ മഞ്ഞുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആകൃതി മഞ്ഞുകൊണ്ടുള്ളൊരു ആകൃതിയാണ്. ഓൺ ദ ഡോർ സ്റ്റെപ്പ്, അദ്ദേഹം നിൽക്കുന്നത് വാതിൽപ്പടിയിലാണ്. എ സൂയിസൈഡ് കേസ്, ഒരു ആത്മഹത്യാ കേസ്. ഹി ടോൾഡ് മീ, അദ്ദേഹം എന്നോട് പറഞ്ഞു. അബ്രപ്റ്റ്ലി, ഉടനെ. ഇൻ ദ ലോഡ്ജിങ്സ് അറൗണ്ട് ദ കോർണർ, ചുറ്റുവട്ടത്തുള്ള വാടകമുറിയിൽ. ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്, ഉടനെ വന്നാൽ നന്നായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു.